നമ്മളിന്ന് നെടുമങ്ങാടിനടുത്തുള്ള തിരിച്ചിട്ട പാറയിലാണ് പോണത്. അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് കൂടെ രാഹിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ പയ്യൻ ജിജോ. നമ്മൾ മൂന്നുപേരും കൂടെയാണ് പോണത്. കുറച്ച് ദൂരം ഈ കാണുന്നവരെ നടക്കാനുണ്ട്. ഇന്ന് കാറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാറങ്ങ് താഴെ ഇട്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ബൈക്കിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുവരെ ബൈക്ക് വരും, അത് കഴിഞ്ഞ ശേഷം നമ്മൾ നടന്ന് കയറണം. മുന്നേ വന്നപ്പോൾ അങ്ങ് മുകളിൽ വരെ ബൈക്ക് കൊണ്ടുവച്ചിട്ട് ബാക്കി നടന്ന് കയറുന്നതാണ്. ഞാനും പപ്പയുടെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു പ്രോഗ്രാമായിട്ട് വന്നപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമ്മൾ തിരിച്ചിട്ട പാറയിലേക്ക് വരുന്നത്. നെടുമങ്ങാടിന് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. നമുക്ക് മുകളിലോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ആ കാണുന്ന അതുവരെ നമുക്ക് ഇതുവരെ ബൈക്ക് കൊണ്ടുവയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പടിക്കെട്ട് കയറി പോകണം. കല്ലിൽ തീർത്ത പടിക്കെട്ട്. ജിജോ സാർ. അപ്പോൾ എല്ലാവരും BBSന് പോയിട്ട് പറഞ്ഞ വഴിയാണ്. രായേ എവിടെ പോണ? രായി എവിടെ പോണ്? പാറയത്തിരിക്കാൻ പോണ്. പാറയത്തിരിക്കാൻ പോണ്. ഇല്ല, വല്ലാരും നടക്കാനൊന്നുമില്ല, വളരെ കുറച്ച് ദൂരമുള്ള നടക്കാം. ഇനി കല്ലുള്ള പടിക്കെട്ട്. കുരിശു മല കയറിയ ആൾക്ക് ഇത്രയും ചെറിയ മല കയറാൻ വയ്യ. ഒരു മാസത്തെ BBSന്റെ ക്ഷീണം. ചെയ്യുന്നതിന്റെ സന്തോഷം. നമ്മൾ കയറാൻ ആരംഭിച്ചപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഏകദേശം പകുതി എത്തിയപ്പോൾ നല്ല മഴക്കോളും ഇടിയും മിന്നലും അതൊക്കെ നമ്മളെ യാത്രയുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാര്യമാക്കില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോയി. മുന്നേ ഒരിക്കൽ നമ്മൾ ഈ പാറ സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. നെടുമങ്ങാട് വെമ്പായം ഭാഗത്തേക്ക് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് കാണുന്ന ഒരു വലിയ പാറ, ആ പാറയാണ് തിരിച്ചിട്ട പാറ. ഇതിന് മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. നമ്മൾ പോകുന്ന ഈ സമയത്ത് അവിടെ ഉത്സവം നടക്കുകയാണ്. അതിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സൈഡിൽ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പാട്ടുകളാണ് നമ്മൾ താഴെ മുതൽ മുകളിൽ വരുന്നേരം വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് പാറകളാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ ആദ്യം കയറുന്ന സ്ഥലത്താണ് ക്ഷേത്രം ഉള്ളത്. നമ്മൾ ഏകദേശം മുകളിൽ കുറച്ച് ദൂരമുള്ള നടക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ മുകളിലൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ബോർഡ് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പടിക്കെട്ട് പതുക്കെ കയറി പോയാൽ മതി. ഈ സൈഡ് ചേർന്ന് പറഞ്ഞേ, ഈ സൈഡ് ചേർന്ന്. അല്ല, പിടുത്തമൊന്നുമില്ല, അതുകൊണ്ട് അപ്പോൾ ഈ പാറ കയറുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വൈഡായിട്ടുള്ള വ്യൂ ആണ്. വൈകുന്നേര സമയത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കഠിനമായിട്ടുള്ള വെയിലൊന്നുമില്ല, നല്ലൊരു സാധനം. ഇവിടെ പാറയിൽ രണ്ട് സൈഡ് നല്ല വൈകിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തോ അമ്പലത്തിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നത്, സീരിയൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഇട്ടാണോ ഇനി വർഷങ്ങൾക്ക് മുന്നേ ഇട്ടതാണോ എന്നറിയില്ല. CCTV ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. ആഞ്ജനേയ സ്വാമി ക്ഷേത്രമാണ് ഇതിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റിയാണ് സംഭവം. ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം നല്ല ചൂടുള്ള സമയമാണ്. പാറയിൽ ഈ പാറയുടെ മുകളിലുള്ള കുളങ്ങളിൽ എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. പലയിടത്തും ഇതുവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ ഉത്തരം. ഇവിടെ വെള്ളമുണ്ട്. ഇപ്പോൾ ചെറുതായി മഴ ചാറുന്നുണ്ട്. നല്ല വേനലാണിപ്പോൾ. ഇതിൽ നല്ല വെള്ളമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് രണ്ട് സെക്ഷൻ, അവിടെ ഒരു പാറയുണ്ട്, ഇവിടെ ഒരു പാറയുണ്ട്. ഇവിടെയാണ് ക്ഷേത്രം ഉള്ളത്.
റോഡിൽ നിന്ന് കാണുമ്പോൾ മെയിനായിട്ട് കാണുന്നത് ആ പാറയാണ്. ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ദൂരോട്ട് നോക്കുമ്പോൾ കറുത്ത് ഇരുണ്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കറുത്തിരുണ്ട് കിടക്കുന്നത് മാത്രമല്ല അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് കാണാമായിരുന്നു ഇങ്ങനെ ദൂരെ നിന്ന് നമ്മുടെ അടുത്തേക്ക് മഴ വരുന്നതായിട്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ വേറെ എങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല. അവിടെ തന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതെ, ക്ഷേത്രത്തിൽ എന്തോ പൂജ എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വിളക്ക് വെച്ചിട്ടുണ്ട്. മുന്നേ വന്നപ്പോൾ ഇതുപോലെ കൂടാരമൊന്നും ഇല്ലായിരുന്നു, വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത്ര വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റും. മഴയായത് കാരണം നമുക്ക് അടുത്ത പാറയിലേക്ക് പോകാനോ വേറെ ഒന്നും ചിത്രീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിറങ്ങാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. മഴയത്ത് അപ്പുറത്തെ പാറയിലേക്ക് പോകുന്നത് വളരെ റിസ്ക്കുമാണ്. ട്രിപ്പ് ചീറ്റിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഫുള്ള് മഴയാണ്. നമുക്ക് രണ്ടാമത്തെ സെക്ഷനിൽ പാറയിലോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മൾ നല്ല മഴ പെയ്തു, ചെറുതായിട്ട് ചാറിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലോട്ടൊക്കെ കയറി നിന്നു. കുറേ സമയം അങ്ങ് പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ മഴ പെയ്തുകൊണ്ട് അപ്പുറത്തെ സെക്ഷനിലോട്ട് ഇറങ്ങുന്നില്ല, നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വീഡിയോ പഴയ വീഡിയോയിലുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ട്രിപ്പ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്, ഇറങ്ങുകയാണ്. 3 പേരും കൂടെയാണ് വന്നത്. വേറെ ആൾക്കാർ മുകളിലുണ്ട്. എല്ലാവരും അപ്പുറത്തെ സൈഡിൽ പാറയിൽ നിൽക്കുകയാണ്. അതായത് നമ്മൾ രാത്രി ആയതുകൊണ്ട് തിരിച്ചിറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.